നിങ്ങൾ വളരെ കാത്തിരുന്ന ഒരു കാര്യത്തിൽ ഇന്ന് പരാജയപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യും? നാളെയും ശ്രമിക്കും. നാളെയും പരാജയപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാം മതിയായി. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇനി ഇതൊന്നും എനിക്ക് വിധിച്ചതല്ല എന്ന് സമാധാനിക്കും, അല്ലേ? നിങ്ങൾ നെൽസൺ മണ്ടേലയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു: ഇഫ് യു ഫെയിൽ ടുഡേ, ട്രൈ അഗെയിൻ ടുമാറോ. And if you still fail tomorrow, don't stop. Try again. Keep trying until you succeed. And remember, failure is not the end. It is just a step towards the success. അതെ, തോൽവികളൊന്നും നിങ്ങളുടെ ഉദ്യമം നിർത്താറായി എന്ന് നിങ്ങളോട് സൂചിപ്പിക്കുന്നതല്ല. അതങ്ങനെയാണ്. വിജയം കുറച്ചകലെയാണ്. നിങ്ങൾ അവിടെ എത്തേണ്ടതുണ്ട്. കുറച്ചു ദൂരം പോകേണ്ടി വരും. കുറച്ച് ക്ഷമ കാണിക്കേണ്ടി വരും. 1918 ദക്ഷിണാഫ്രിക്കയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അദ്ദേഹം ജനിച്ചു വീണത് ഒരു അന്യായ വ്യവസ്ഥയുടെ നടുവിലാണ്. കറുത്ത മനുഷ്യരും വെളുത്ത മനുഷ്യരും. കറുത്ത മനുഷ്യർക്ക് ഒന്നുമില്ല. നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല. വോട്ട് ചെയ്യാൻ പാടില്ല. മനുഷ്യനായി ജീവിക്കാൻ പോലും വെളുത്തവരുടെ അനുമതി വേണം. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ തോറ്റു പിന്മാറുമ്പോൾ നിങ്ങൾ ഇത് ചിന്തിക്കുക. ഒരാളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമായ 40കളിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ഒരാളുടെ ജീവിതം ഒരു മുറിയിൽ പൂട്ടിയിടുക. ഇനി നല്ല ഒരു ജീവിതം സ്വപ്നം കണ്ട് എത്ര കാലം ജയിലിൽ കിടക്കാൻ പറ്റും? പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. ഒരാളുടെ ജീവിതത്തിന്റെ ശക്തി അവന്റെ മനസ്സാണ്. ജീവിതത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കോട്ടെ, കൂടെ വേണ്ടത് സ്വന്തം മനസ്സാണ്. അദ്ദേഹത്തിന്റെ കാലും കൈകളും ഒരു ഇടുങ്ങിയ റൂമിൽ വർഷങ്ങളോളം പൂട്ടിയിടാൻ അവർക്കായി. എല്ലാത്തിനും മുകളിൽ ഉറച്ചൊരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ വഴികളെ, സ്വപ്നങ്ങളെ ആരു തന്നെ മുടക്കിയാലും അവിടെ എത്താൻ ഒരു സാധ്യതയുണ്ട്. അതിനൊന്നേ വേണ്ടൂ, നിങ്ങളുടെ മനസ്സ്. ബാക്കിയൊക്കെ കൂടെ വരും, നിങ്ങൾ തയ്യാറാണെങ്കിൽ. 27 വർഷം അദ്ദേഹം കാത്തിരുന്നു, അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തെ പുറം ലോകത്ത് എത്തിക്കാൻ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ പിന്നീട് ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് തന്നെ അദ്ദേഹം എത്തി. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി. കറുത്തവരോട് വെളുത്തവർ കാട്ടുന്ന അനീതികളെ വെറുപ്പ് കൊണ്ടല്ല അദ്ദേഹം നേരിട്ടത്. അദ്ദേഹം അതിൽ വിജയിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴും കൈകളും കാലുകളും തടവിലാക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഉപേക്ഷിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കും. മറ്റൊരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മനസ്സിനല്ലാതെ. 27 വർഷം വേണ്ട, കുറച്ചു കാലം നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ. നിങ്ങളുടെ കൂടെ ഇന്ന് ആരുമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ കൂടെ വളരെ ഫോക്കസായ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. കാരണം നിങ്ങൾ ഇപ്പോഴും പുറത്താണ്. നിങ്ങളുടെ കൈയും കാലും ആരും കെട്ടിയിട്ടില്ല. സ്വതന്ത്രരാണ്. നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ കൂടെ ഉറച്ച മനസ്സുണ്ട് എന്ന് ദൃഢനിശ്ചയം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് വിജയിച്ചിട്ട് കാണാം.